നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ അന്വേഷിച്ച് സ്കൂളിൽ വന്നപ്പോ അവൾ അവിടെ ഇല്ല. എന്താ സംഭവിച്ചതെന്ന് വാച്ച്മാനും അറിയില്ല. ഈശ്വര, എന്താ ജോലി ഓക്കെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു വരാൻ പറഞ്ഞു. അതാ ഞാൻ വീണ്ടും വന്നത്. അതൊരു സംഭവം തന്നെയാണല്ലോ അല്ലേ? അല്ല, വന്ദനയ്ക്ക് എന്തെങ്കിലും മാന്ത്രിക വിദ്യ വശമുണ്ടോ? ചിലപ്പോ MD വിളിച്ച് ആരെങ്കിലും ശുപാർശ ചെയ്ത് കാണും. അങ്ങനെ ഒരാള് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരാളായിരിക്കും. അതാരാ വന്ദനയുടെ മനസ്സ് മനസ്സിലാക്കിയ ആ ഒരാള്? ഈശ്വരൻ. ഓ, ഈശ്വരൻ. വലിയ തിരക്കുള്ള ആളല്ലേ? അവിടെയും ഇവിടെയൊക്കെ കറങ്ങി നടന്ന് സമയം കളയാതെ പെട്ടെന്ന് പോയി എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കും. വന്ദന ഇനിയും വന്നില്ലേ? ഫോൺ വിളിച്ചില്ലേ അമ്മ? ഇല്ല, ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് ഞാനും അങ്ങോട്ട് വിളിച്ചില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരേണ്ട നേരവും കഴിഞ്ഞല്ലോ. എന്താ ഇത്ര വൈകുന്നേ? ഒരുപക്ഷെ ചേച്ചിക്ക് ജോലി കിട്ടിക്കാണും. എന്തെങ്കിലും അർജന്റ് വർക്ക് കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ടാവും. എത്രയായി? 100. സ്കൂൾ വിട്ടിട്ട് നേരം കുറയെന്ന് തോന്നുന്നു. ഒരു കുട്ടിയെ പോലും കാണുന്നില്ലല്ലോ. ഞാൻ വല്ലാതെ ലേറ്റായി. ഈശ്വര, എന്റെ ദേമോള്. മോളെ, ദേമോളെ, ദേമോളെ. മോളുടെ ക്ലാസ് റൂം ഇതാണല്ലോ. ഇവിടെയൊന്നും കാണുന്നുമില്ല. ഈശ്വര, എന്റെ കുഞ്ഞെവിടെ പോയി? മോളെ, ദേമോളെ, ദേമോളെ, മോളെ. എന്താ മാഡം? ദേമോളെ കണ്ടോ? ദിയമോളോ? ഏത് ദിയമോളോ? ഫസ്റ്റ് ബിയിലെ ദിയ രാജീവ്. ഇല്ല, ക്ലാസ് വിട്ട് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞല്ലോ. ഇനി ഒരു കുട്ടി ഇവിടെ ഇല്ല. ഉണ്ട്. എന്റെ മോൾക്ക് കാലിന് സുഖമില്ലാത്തതാ. ഒറ്റയ്ക്ക് പോകാൻ അവൾക്ക് എന്തായാലും പറ്റില്ല. അവൾ ഇവിടെ സ്കൂളിൽ തന്നെയുണ്ട്. മുറികൾ അടയ്ക്കാൻ വേണ്ടി ഞാൻ എല്ലാ മുറിയിലും കയറിയതാ. പക്ഷെ അവിടെയും കുട്ടിയെ കണ്ടില്ല. ആൾക്കാരൊക്കെ നേരത്തെ വന്ന് കുട്ടികളെ കാറിലും ബൈക്കിലും ഒക്കെ ആയി കൊണ്ടുപോയി. മാഡത്തിന് കാറില്ലേ? ഇപ്പൊ അതൊന്നും അല്ലല്ലോ പ്രശ്നം. എന്റെ മോൾ എവിടെ? ഏതായാലും ഒരു കുട്ടിയും ഈ സ്കൂൾ കോമ്പൗണ്ടിലില്ല. മോളെ, 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 മോളെ. മോളെ, ഈശ്വര, മോളെ, മോളെ, മോളെ. മാഡം, ഞാനിവിടെ എല്ലാം നോക്കി. കുട്ടി ഇവിടെ ഒന്നും ഇല്ല. സ്കൂളിനകത്ത് രക്ഷകർത്താക്കളല്ലാതെ പുറത്തുനിന്ന് ആരും കടന്നു വരാൻ സാധ്യതയില്ല. അത്രയ്ക്ക് സുരക്ഷിതമാണ് ഇവിടെ.
പിന്നെ കുട്ടി എങ്ങോട്ട് പോയി? ഒരുപക്ഷെ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചോണ്ട് പോയതായിരിക്കാം. മാഡം ടെൻഷൻ അടിക്കാതെ, കുട്ടിക്കൊന്നും സംഭവിക്കില്ല. ദീമോളെ, 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 മോളെ, ദീമോളെ, ദീമോളെ, മോളെ, ദീമോളെ. മാഡം, ഇനി ഇവിടെ തിരയാനായിട്ട് ഒരിടവും ബാക്കിയില്ല. മാഡം വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക്. കുട്ടി അവിടെ ചെന്നോ ഇല്ലയെന്നുള്ള വിവരം അറിയാമല്ലോ. മോളെ, ചേടാ, എന്നാൽ ഈ കുട്ടി ഇത് എവിടെ പോയത്? വന്ദന, ആ മോളെ. ഹലോ മേ, ദീമോള് വീട്ടിൽ വന്നോ? ഇല്ല, വന്നിട്ടില്ല. എന്താ മോളെ പ്രശ്നം? മോളെ അന്വേഷിച്ച് സ്കൂളിൽ വന്നപ്പോ അവൾ അവിടെ ഇല്ല. എന്താ സംഭവിച്ചതെന്ന് വാച്ച്മാനും അറിയില്ല. ഈശ്വര, എന്താ അമ്മേ? അത് ദീമോളെ സ്കൂളിൽ കാണാനില്ലെന്ന്. മോളെ, കാലിന് സുഖമില്ലാത്ത കുട്ടിയാ. ഒരിക്കൽ എന്റെ കുഞ്ഞിനെ ഭിക്ഷക്കാര് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതുമല്ലേ. നേരെ ഇത്രയായിട്ടും അവളെ കാണാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക്. ആ ചെയ്യാമേ. അമ്മ വെക്കേ, ഞാൻ വിളിക്കാം. ശരി മോളെ. അമ്മേ ഭഗവതി, എന്തു പരീക്ഷണ ഇത്? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അവളെ തട്ടിക്കൊണ്ടുപോയ ഭിക്ഷക്കാരുണ്ടല്ലോ, അവരുടെ കണ്ണിലെങ്ങാനും മോള് പെട്ടിട്ടുണ്ടാവുന്ന എന്റെ സംശയം. അങ്ങനെയൊന്നും പറയാതെ മോളെ. എന്റെ കുഞ്ഞിനൊരു ആപത്തും സംഭവിക്കില്ല. ദൈവമേ, അവൾ ഉടനെ തിരിച്ചു വരും. ഭഗവാനെ, ദൈവമേ, ദൈവൾക്ക് യാതൊരു ആപത്തും സംഭവിക്കല്ലേ. നേരം വൈകിയില്ലേ? ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? വന്ദന ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയിരിക്കുമല്ലേ. ഇനി വേണ്ടത് പോലീസുകാർ ചെയ്തോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.